എൻ്റെ പേര് സുറുമി നസ്രി എന്നാണ്. മലപ്പുറമാണ് പ്രോപ്പർ. എറണാകുളം വന്നിട്ട് ഏകദേശം 1 ഇയറിനടുത്തായിരിക്കും. ഒരു ജോബിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ പ്രസന്റ്ലി വർക്ക് ചെയ്യുന്നത് അലയൻസ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട്, ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണ്. കമ്മ്യൂണിറ്റി, അതിന്റെ ഒപ്പം തന്നെ എന്റെ ഐഡന്റിറ്റി കൂടെ പറയണം, ഞാനൊരു ട്രാൻസ് ഹ്യൂമൻ ആണ്. പക്ഷെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിൽ തോന്നില്ല ഒരു ട്രാൻസ് വുമൺ ആണെന്ന്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചേച്ചി വന്നിരിക്കുന്നത്. വർഷ ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, കൊച്ചി, കാലിക്കറ്റ്, മലപ്പുറം, കണ്ണൂർ. അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ട്രാൻസ് വുമൻസ്. പക്ഷെ അതിലൊരു പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ്സും കൂടെ അതിലുണ്ട്. അതായത് മീൻസ് സോ കോൾഡ് ആയിട്ടുള്ള മനുഷ്യർ ഇപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്ന ട്രാൻസ് പേഴ്സൺസ് ഇങ്ങനെയാണെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. ഒരു ട്രാൻസിനെ കാണുന്ന സമയത്ത് അവർ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതും കൂടി അതിൻ്റെ ഒരു അർത്ഥം വരുന്നുണ്ടല്ലോ. ഈ നേരത്തെ പറഞ്ഞല്ലോ, കണ്ടാൽ തോന്നില്ല എന്നുള്ളത്. അപ്പോൾ അതൊരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. എന്നാൽ അതിനോടൊപ്പം തന്നെ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്, കണ്ടാൽ തോന്നില്ല എന്നുള്ളത്. അത് പലപ്പോഴും ഒരു സോ കോൾഡ് പ്രിവിലേജസ് അനുഭവിക്കുന്നത് ഒരു കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ട്രാൻസ് കമ്മ്യൂണിറ്റിയെ കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു നോട്ടത്തിൽ നിന്നും അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു ആക്രമണത്തിൽ നിന്നൊക്കെ എനിക്ക് പലപ്പോഴും ഈ ഒരു പ്രിവിലേജ് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ, അതെ. സോ സിസ് പ്രിവിലേജ് എന്ന് പറയും, സിസ്ജെൻഡർ ട്രാൻസ്ജെൻഡർ അല്ലാത്ത മനുഷ്യരുടെ ആ പ്രിവിലേജ് എനിക്ക് കിട്ടുന്നുണ്ടല്ലോ. അത് വളരെ ഹാപ്പി ഉള്ള ഒരു കാര്യമാണോ അതോ? എനിക്ക് കംഫർട്ട് ആണ് അത്, ഓക്കെ. പക്ഷെ അതിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ഒളിച്ചടപ്പുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിലോട് പ്രശ്നം തീരുന്നില്ലല്ലോ. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ആളുകൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ള രീതിയിലോട്ടുള്ള ഒരു ഡിഫൈൻ കൂടി വരുന്നുണ്ടല്ലോ ഇതിൽ. അതാണ് ഞാൻ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് പറഞ്ഞത്. ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ മെജോറിറ്റി ആളുകളും വേറൊരാളായിട്ടാണ് കാണുന്നത്. അതിന്റെ വൺ ഓഫ് ദ മെയിൻ റീസൺസ് ട്രാൻസ്ജെൻഡേഴ്സ് തന്നെയാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നോർമൽ ആൾക്കാരെ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ജെൻഡർ അല്ലാത്ത ആളുകളെ കുറ്റം പറഞ്ഞിട്ട് മാത്രം കാര്യമുണ്ടോ? പൂർണ്ണമായിട്ടും അതിനോട് യോജിക്കാനായിട്ട് പറ്റും തോന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ട്രാൻസ് മാത്രം കുറ്റക്കാര് എന്നുള്ളൊരു ജനറലൈസേഷൻ വരുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഒരു റീസെന്റ് ഇപ്പോൾ ട്രാൻസ് മനുഷ്യർക്ക് മാത്രമല്ല, ഇപ്പോൾ ഒരു പെൺകുട്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ പെണ്ണുങ്ങൾ മൊത്തം ഇങ്ങനെയാണ്, തേപ്പുകാരികളാണ്. ഇപ്പോൾ ഗ്രീഷ്മയുടെയൊക്കെ എക്സാമ്പിളായിട്ടൊക്കെ ജനറലൈസേഷനൊക്കെ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കലുണ്ട്. സെയിം അതിനേക്കാൾ എത്രയോ ആണ് ട്രാൻസ് മനുഷ്യർ അറ്റാക്സ് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ട്രാൻസ് എവിടെയെങ്കിലും ഭിക്ഷാടനം, ഇപ്പൊ ട്രെയിനിൽ ഭിക്ഷാടനം ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ മൊത്തം ട്രാൻസ് കമ്മ്യൂണിറ്റിയെ മൊത്തം അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ്. അപ്പൊ ആ ഒരു ജനറലൈസേഷനോട് എനിക്ക് താല്പര്യമില്ല. ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കെതിരെ നമുക്ക് സംസാരിക്കാം. ആ വ്യക്തിക്കെതിരെ അറ്റാക്സ് ഉണ്ടാവുന്നത് അംഗീകരിക്കുന്നതാണ്. പക്ഷെ മൊത്തം കമ്മ്യൂണിറ്റിയെ ആ രീതിയിലോട്ട് അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്. അതായത് ഇവിടെ 2 ജെൻഡേഴ്സും മതി എന്നുള്ള കാര്യം. അതായത് ട്രാൻസ് വുമൺ, ട്രാൻസ് ആരെയും ഇവിടെ വേണ്ട, കംപ്ലീറ്റ്ലി 2 ജെൻഡേഴ്സ് മാത്രം മതി എന്നുള്ളത്. ആസ് ഈ ഒരു കമ്മ്യൂണിറ്റിയിലെ റെപ്രസെന്റേറ്റീവ് ആയിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് ഇതിനെ പറ്റി തോന്നുന്നത്? തീർച്ചയായിട്ടും അതിന്റെ ഭയത്തോടു കൂടി തന്നെയാണ് നോക്കി കാണുന്നത്. ഇപ്പോൾ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിലെ ഒരു ലീഡറാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അത് പക്ഷേ ഏറ്റവും ടെക്നോളജി പരമായിട്ടും വെസ്റ്റേൺ കൾച്ചർ മൂലവും ഏറ്റവും അധികം വോക്കായിട്ട് നിലനിൽക്കുന്ന അമേരിക്കൻസ് തന്നെ ഇത് വേണ്ട എന്ന് പറയുകയാണ്. അതെ, അമേരിക്കൻസ് അല്ല, ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻസിലെ എല്ലാ ആളുകൾക്കും അതിനോട് യോജിപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ ബിഷപ്സ് ഒക്കെ അദ്ദേഹത്തിനെതിരെ സംസാരിച്ചതായിട്ട് ഞാൻ ന്യൂസിൽ കണ്ടിരുന്നു. പിന്നെ അവിടുത്തെ ഒരുപാട് ആളുകൾ, യൂറോപ്യൻ യൂണിയൻ പോലും ആ ആളുടെ ആ നിലപാടിനെ വിമർശിക്കുന്നതായിട്ടൊക്കെ കണ്ടു. പക്ഷെ അദ്ദേഹം ആ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നതെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കിയിട്ടുള്ള. അവിടെ ഒരുപാട് പ്രതിഷേധങ്ങളും ആശങ്കകളും ഒക്കെ. ഇത് അവരങ്ങനെ പ്രഖ്യാപിക്കാൻ തോന്നിയ കുറച്ച് റീസൺസ് ഉണ്ടാകുമല്ലോ. അതായത് ഇവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വരികയാണ്, പിന്നെ വളരെ മോശമായിട്ട് ഇവരവരുടെ റാലീസ് കണ്ടക്ട് ചെയ്യുന്നു, കുട്ടികളെ ഫോക്കസ് ചെയ്ത് ഇവർ കുറേ കാര്യങ്ങൾ പ്രൈഡ് റാലീസ് നടത്തുന്നു. ഇപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സ് തന്നെ മടുത്തിട്ടായിരിക്കുമല്ലോ ഇവരിങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. പ്രൈഡിനെ മാത്രം ആസ്പെക്ട് ചെയ്തിട്ടാണ് ആള് ആ ഒരു ഇത് എടുത്തേന്നുള്ളത് എനിക്ക് അതൊന്ന് പരിശോധിക്കണം. അതെനിക്ക് കൃത്യമായിട്ട് എനിക്ക് അതിനെ കുറിച്ചിട്ട് അറിയില്ല. പക്ഷെ പ്രൈഡിനെ തന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെ ഒത്തിരി ആളുകൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രൈഡ് അല്ലെങ്കിൽ LGBTIQ മൊത്തം ഈ പ്ലസ് ഒക്കെ അതിനെ ഒക്കെ ഒപ്പോസ് ചെയ്യുന്ന ഈ കമ്മ്യൂണിറ്റിയിലേക്ക് അകത്ത് തന്നെ അത്തരം പൊളിറ്റിക്സ് വെച്ച് പുലർത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്
ടോട്ടലി അത് പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ ആൾക്കാരും ഇപ്പോ ഒരു കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ജെൻഡർ 2 സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു ട്രെൻഡിലേക്ക് ഇപ്പോൾ എൻ്റെ ആൾക്കാരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത്? കാരണം ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിച്ചവർ വരെ നിങ്ങളുടെയൊക്കെ പ്രവർത്തികൾ മൂലം തന്നെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തിരികുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാഴ്ച, ഈ ഒരു സന്ദർഭം എങ്ങനെയാണ് നോക്കുന്നത്? എൻറ്റയർ എന്നുള്ളതിനോട് എനിക്ക് അത്രമാത്രം കാരണം ഒട്ടും വിസിബിൾ അല്ലാത്ത ഒരു നാട്ടിൽ നിന്നാണ് നമ്മൾ ഇത്രത്തോളം എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ റീസെന്റ് ആണ് ട്രാൻസിന്റെ ഐഡന്റിറ്റി ഒക്കെ വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് തന്നെ വിസിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് കേരളം തന്നെയാണ്. അപ്പൊ കേരളത്തിൽ ഇത്രത്തോളം ഒക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കമ്മ്യൂണിറ്റിക്ക് അകത്താണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല എൻ്റെ ആളുകൾ നമുക്ക് എഗെയിൻസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ആളുകൾ എന്തായാലും എഗെയിൻസ്റ്റ് അല്ല. പക്ഷെ ഒരു മെജോറിറ്റി ആളുകൾ ഇപ്പോ 2 ജെൻഡർ 2 സ്ക്വാഡ് എന്നുള്ള രീതിയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുകയും LGBTQ എന്ന കമ്മ്യൂണിറ്റിയുടെ കുറെ പ്രവർത്തനങ്ങളുടെ ഫലമായി അവരെ എഗെയിൻസ്റ്റ് ആയിട്ട് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ കുറെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഈവൻ അവരെ സപ്പോർട്ട് ചെയ്തവർ പോലും ഇപ്പൊ അഗെയിൻസ്റ്റ് ആയിട്ട് പെരുമാറുന്നത്, അല്ലെ? അത് ആക്ച്വലി അവര് അതാ നേരത്തെ പറഞ്ഞത്, അവര് നോക്കി കാണുന്നത് അല്ലെങ്കിൽ അവർക്ക് കണ്ട് പരിചയമുള്ളത് ഒരു പ്രത്യേക വിഭാഗം ആളുകൾ മാത്രമാണ്. ഇപ്പൊ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരുപാട് ആളുകൾ ഐഡന്റിറ്റി ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യാതെ വളരെ ബൈനറി പ്ലാറ്റ്ഫോമിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഒരുപാട് സെലിബ്രിറ്റി ലൈഫിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ കാണുമ്പോൾ നിങ്ങൾ കുറെ റാലി നടത്തുന്നു, കുറെ പേക്കൂത്തുകൾ നടത്തുന്നു, കുറെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, ഇതെല്ലാം ഒരു നോർമൽ ആളുകൾക്ക് നിങ്ങളെ കുറച്ചും കൂടെയും വിയാർഡായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഹെൽപ്ഫുൾ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോ സുർമിയെ പോലെ ട്രാൻസ്ജെൻഡർ ആവാൻ താല്പര്യമുണ്ട്, ട്രാൻസ്ജെൻഡർ ആയി അതിനുശേഷം സ്വന്തം കാര്യം നോക്കി സമാധാനപരമായി ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ആരും ഒന്നും പറയില്ലായിരിക്കും മോസ്റ്റ്ലി. പക്ഷേ നാട്ടുകാരെല്ലാവരും അംഗീകരിക്കണം, ലോകം മൊത്തം നമ്മൾ അംഗീകരിക്കണം, അവരുടെ വാലിഡേഷൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും അംഗീകരിക്കാൻ പോണില്ല. അപ്പോൾ ഈ അംഗീകാരം പിടിച്ചു മേടിക്കുമ്പോഴും ഈ റെസ്പെക്ട് പിടിച്ചു മേടിക്കാൻ പോകുമ്പോഴാണ് എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും ഈ ഒരു ആളുകൾക്ക് പിന്നെയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെയാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുമ്പോൾ ആളുകളുടെ ഇടയിൽ പിന്നെയും റെസ്പെക്ട് കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ സുർമിയൊക്കെ വളരെ എക്സെപ്ഷൻ കേസ് ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം കുറച്ചാൾ മുന്നേ മലപ്പുറത്ത് വെച്ച് നടന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അതൊക്കെ നിങ്ങളുടെ കമ്മ്യൂണിറ്റീനെ പിന്നെയും ഞങ്ങൾ നോർമൽ ആളുകൾ, അതായത് മറ്റുള്ള ആളുകൾ പിന്നെയും അബ്നോർമലാക്കി എടുക്കാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. പിന്നെ അത് കൂടാതെ തന്നെ എനിക്ക് വേറൊരു കാര്യം തോന്നിയത്, നമ്മൾ സയൻസ് വെച്ച് നിങ്ങളുടെ അടുത്ത് ഡിബേറ്റ് ചെയ്യുവാണെങ്കിലും നിങ്ങൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് മോസ്റ്റ്ലി ഇമോഷൻസ് വെച്ചിട്ടായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? നമ്മൾ സയൻസിലായിരിക്കും ഇപ്പം നമ്മൾ പറയുന്നത് 2 ജെൻഡർ എന്നുള്ള രീതിയിലായിരിക്കും പറയുക. അറ്റ് ദി സെയിം ടൈം നിങ്ങളുടെ ഒരു കേസിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ പെണ്ണായിട്ട് ഐഡന്റിഫൈ ചെയ്തു, ഞാൻ ആണായിട്ട് ഐഡന്റിഫൈ ചെയ്തു, അപ്പം എനിക്ക് ഇതേപോലെ നടക്കാം എന്ന രീതിയിൽ നിങ്ങൾ പറയുന്നു. അപ്പോൾ അത് എത്രമാത്രം നിങ്ങളെ എങ്ങനെയാണ് പെണ്ണായിട്ട് നമ്മൾ അംഗീകരിക്കുക, എന്തുകൊണ്ട് നമ്മൾ പെണ്ണായിട്ട് അംഗീകരിക്കണം, അങ്ങനെ പെണ്ണായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ, അത് നോർമൽ പെണ്ണുങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ ബയോളജിക്കലി പെണ്ണായിട്ട് വരുന്ന ആളുകളുടെ കയ്യിൽ നിന്നും അവസരങ്ങൾ തട്ടിയെടുക്കുക എന്നുള്ള കുറച്ച് തോട്ട്സും കൂടെ ഉണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നീന്തൽ മത്സരത്തിൽ മെയിലിൽ മത്സരിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യ സ്ഥാനങ്ങളിലൊന്നും ഇടം പിടിക്കാതെ വന്നയാളാണെങ്കിൽ പെണ്ണുങ്ങളുടെ സ്ഥാനത്ത് പങ്കെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 4ാമത് എത്തുകയും, അതായത് ഏറ്റവും ഫസ്റ്റിലേക്ക് എത്തുകയും ചെയ്തായിരുന്നു. അപ്പോൾ ഇതെല്ലാം പെണ്ണുങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് വരെ തട്ടിയെടുക്കുന്ന രീതിയിലേക്കാണ് LGBTQ കമ്മ്യൂണിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം നമ്മളുടെ അംഗീകാരം അല്ലെങ്കിൽ നോർമൽ ആളുകളുടെ അംഗീകാരവും ഭരണപക്ഷത്തിന്റെ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയ കാര്യങ്ങളല്ലേ? പെണ്ണുങ്ങളുടെ ചാൻസ് തട്ടിയെടുക്കുന്നതാണ്. നേരെ തിരിച്ച് ട്രാൻസ്മെൻ എന്നൊരു കാറ്റഗറി ഉണ്ടല്ലോ, അവർ ബയോളജിക്കലി വിമണായി ജനിച്ചിട്ട് പിന്നെ ട്രാൻസ് മനുഷ്യരായതുള്ളൂ. അപ്പൊ അവരും പുരുഷന്റെ കൂടെ മത്സരിക്കുമ്പോഴോ അതും സെയിം തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അതിനൊക്കെ ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും. അതിനെല്ലാം ഹോർമോൺസ് ഇപ്പൊ നിലവില് ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ള സ്പോർട്സിൽ മത്സരിക്കണമെങ്കിൽ, ഇവിടെ നമ്മൾ മത്സരിക്കണമെങ്കിൽ ഇത്ര ഹോർമോൺ നമ്മൾ ചെക്ക് ചെയ്ത ശേഷം ഇത്ര സ്ത്രീകളുടെ അങ്ങനെ ഹോർമോൺസ് ആണോ നോക്കുന്നത്, ക്രോമസോംസ് ആണോ നമ്മൾ നോക്കുന്നത്? ഹോർമോൺസ് നോക്കിയിട്ടാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ സ്പോർട്സിൽ ഇല്ല, അതുകൊണ്ട് എനിക്ക് നമ്മൾ ഒരാള് ജെൻഡർ തീരുമാനിക്കുന്നത് നമ്മളുടെ ബൈ ക്രോമസോംസ് നോക്കിയിട്ടല്ലേ? നിലവില് ജെൻഡർ തീരുമാനിക്കുന്നത് സെൽഫ് ഡിക്ലറേഷൻ ആണ്. സെൽഫ് ഡിക്ലറേഷൻ കൊണ്ട് എങ്ങനെയാണ് ഒരാളുടെ ജെൻഡർ ഐഡന്റിഫൈ ചെയ്യുക? നിലവില് പ്രസന്റ്ലി അതാണ്. ട്രാൻസ് മനുഷ്യർക്ക് മാത്രം ഉള്ളതാണെന്ന് എനിക്കറിയില്ല. സെൽഫ് ഡിക്ലറേഷൻ ആണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഞാനിപ്പോ പെണ്ണാണെന്ന്
ഐഡന്റിഫൈഡ് ആസ് ഗേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗേൾ. ഐഡന്റിഫൈഡ് ആസ് മെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെൻ. ഐഡന്റിഫൈഡ് ആസ് ആൻ അനിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനിമൽ. ഐഡന്റിഫൈഡ് ആസ് കൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോട്രോപ്പി അല്ലേ? അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷെ നിലവിൽ പ്രസന്റ്ലി ട്രാൻസ് ഹ്യൂമൻസിന് സെൽഫ് ഡിക്ലറേഷനും ആണ് പറഞ്ഞിട്ടുള്ളത്. ആ സെൽഫ് ഡിക്ലറേഷൻ പറയുന്ന സമയത്ത് പറഞ്ഞത് നെൽസ ജഡ്ജ്മെന്റ് ആണ്. സെൽഫ് ഡിക്ലറേഷൻ പറയുമ്പോഴും നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൂഫ് എല്ലാം ഉണ്ട്. ഇപ്പോ കൗവിന് അത് കൊടുക്കുമെന്ന് എനിക്കറിയില്ല. നേരത്തെ അങ്ങനെ പറയുന്നതാണ്. അതായത് ഐ ഐഡന്റിഫൈഡ് ആസ് കൗ അല്ലെങ്കിൽ ഐ ഐഡന്റിഫൈഡ് ആസ് അനിമൽ എന്ന് പറയുന്നതിനെ പോലും സയന്റിഫിക്കലി നമ്മളൊരു പേര് വിളിക്കുന്നുണ്ട്. അതായത് ഐ ഐഡന്റിഫൈഡ് ആസ് കൗ എന്ന് പറയുന്നതിനെ ബയോട്രോപ്പി എന്ന് പറയാറുണ്ട്. അതിനെ കുറിച്ച് എനിക്കറിയില്ല. ഞാൻ ഇത് മാത്രം പറയാം. അപ്പൊ നമ്മളിങ്ങനെ സെൽഫ് ഇങ്ങനെ പക്ഷെ നമ്മളിങ്ങനെ ഇപ്പൊ ഞാൻ പറയുകയാണ്, ഇപ്പൊ ഞാൻ ഐഡന്റിഫൈഡ് ആസ് ഇന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആവില്ല. അപ്പൊ അതേ കണക്കിന് തന്നെയാണ് ഇപ്പൊ ഒരു മെന്നാണെങ്കിൽ അവിടേക്ക് ബ്രസ്റ്റും വജനയും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെണ്ണാവാനും പോണില്ല. ഒരു പെണ്ണാണെങ്കിൽ ഇത് രണ്ടും മുറിച്ച് കളഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അത് ആണാവാനും പോണില്ല. പക്ഷെ നമ്മുടെ നിലവിലുള്ള നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നിയമമാണ് നമ്മളെ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കണം, അതോ ബയോളജി ആണോ? രണ്ടും കൂടിയാണ്. നമ്മള് പെട്ടെന്ന് ഒരാൾ പോയിട്ട് പറയുന്ന കാര്യമല്ല ഇത്. നമ്മള് ഇപ്പൊ ഒരു ഞാന് ബയോളജിക്കലി മെയിലായിട്ട് എനിക്കറിയാം ഒരു മെയിൽ എത്രത്തോളം പ്രിവിലേജഡ് ആണ് ഈ സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ മെയിലിന് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്, അല്ലെങ്കിൽ മെയിലിന് എത്രത്തോളം സെക്യൂർ ആണെന്നെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പോലും ട്രാൻസ് ഹ്യൂമൻ ആയിട്ട്. അപ്പൊ ട്രാൻസ് ഹ്യൂമന്റെ നിലവിലുള്ള സ്റ്റാറ്റസ് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ നമ്മള് പെണ്ണുങ്ങൾക്കാണ് കുറച്ചും കൂടെ പ്രിവിലേജ് ഉള്ളത്. എവിടെ നോക്കിയേ കഴിഞ്ഞാലും എനിക്ക് ആസ് എ വുമൻ എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് പെണ്ണുങ്ങൾക്കാണ് പ്രിവിലേജ് ഉള്ളത്. എല്ലാവരും പക്ഷെ ആ അഭിപ്രായത്തിനോട് യോജിക്കുന്നു. പെണ്ണുങ്ങൾക്ക് ആക്ച്വലി പ്രിവിലേജ് ഉണ്ട്. അത് നമ്മൾക്ക് മനസ്സിലാവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ആണുങ്ങൾ തന്നെ നമുക്കാണെങ്കിലും ഈ പ്രിവിലേജ് വെറുതെ ഒരു കാര്യമില്ലാണ്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസർവേഷൻ ഉണ്ട്, ഫൈൻ. അത് കൂടാതെ തന്നെ നമുക്ക് അതല്ലാതെ വേറെയും പ്രിവിലേജസ് കിട്ടാറുണ്ട്.